രമേശ് നാരായണൻ ആസിഫ് അലി വിവാദം ഇന്നലെ സോഷ്യൽ മീഡിയ ലോകം കൈകാര്യം ചെയ്തത് എങ്ങനെയാണ്? മലയാളിയുടെ രോഷത്തിന്റെ ചൂട് ശരിക്കും രമേശ് നാരായണൻ അറിഞ്ഞു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ജയരാജിന്റെ കയ്യിൽ നിന്ന് വാങ്ങണം എന്ന് ആഗ്രഹിച്ചു. ഇപ്പോ നാട്ടുകാരുടെ മൊത്തം കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടുന്നു. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാടാ. ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് രമേശ് നാരായണന് ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ സംഭവിച്ചത്. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. തലങ്ങും വിലങ്ങും ട്രോളുകൾ. എന്തിന്, വിക്കിപീഡിയ പോലും എഡിറ്റ് ചെയ്താണ് മലയാളി രോഷം പ്രകടിപ്പിച്ചത്. എക്സ്റേയിൽ അവിടെ ചില വിടവുകൾ കാണാനുണ്ട്. എല്ലുകളും മാംസവുമായിട്ടുള്ള ബന്ധം ചില സ്ഥലങ്ങളിൽ വിട്ടുപോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്ത് കുറ്റം ചെയ്തിട്ട് വിനേട്ടന് ആളുകൾ ഇങ്ങനെ ഉപദ്രവിച്ചത്? അവരെ കുറ്റം പറഞ്ഞുകൂടാ നിർമ്മലേ. വല്ലപ്പോഴും ഒത്തുകിട്ടുന്ന ഒരു സന്ദർഭമല്ലേ, അവരത് ശരിക്കും ഉപയോഗിച്ചു. ഇതിനെല്ലാം മറുപടി ആസിഫിന്റെ ആ ക്ലാസ് ചിരി തന്നെയായിരുന്നു. അങ്ങനെ നന്നായിട്ട് ചിരിക്ക്. ഒടുക്കത്തെ ചിരി കാണുമ്പോ എന്റെ പുന്നാരനിയായി ചേട്ടന് കുളിര് പോരുക. അവാർഡ് വീണ്ടും കൊടുക്കാനെത്തിയ ജയരാജിനും കിട്ടുന്നുണ്ട് കണക്കിന്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഈ സമയം അപമാനിതനായിരുന്ന ആസിഫിന് നേർക്ക് വന്ന് കൈകൊടുത്ത ദുർഗാകൃഷ്ണയെയും പ്രശംസിച്ച് ആളുകളെത്തി. ഒരു മിനിറ്റ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ലേ? സംഘാടകരോടുള്ള അമർഷമാണ് പ്രകടിപ്പിച്ചതെന്നും ആസിഫിനെ വേദനിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ലെന്നും മാപ്പ് ചോദിക്കുന്നുവെന്നും പറഞ്ഞ് രമേശ് നാരായണൻ തന്നെ രംഗത്ത് വന്നതോടെ സൈബർ രോഷവും അല്പം കുറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ തന്തയ്ക്ക് വിളിച്ചിട്ട് കുറെ കഴിഞ്ഞ് ഞാൻ ആ വാക്ക് പിൻവലിക്കുന്നു എന്ന് പറയും പോലെ. അപമാനിക്കപ്പെട്ടപ്പോഴും അംഗീകരിക്കപ്പെട്ടപ്പോഴും ഒരു ചിരി കൊണ്ട് അതിനെ നേരിട്ട ആസിഫിനായിരുന്നു മലയാളിയുടെ ലൈക്ക്.